ഹലോ ഗൈസ്, വെൽക്കം ടു അനി ഡ്രീംസ് ചാനൽ. ഇപ്പം നമ്മൾ ഓണൊക്കെ ആയിട്ട് പുളിയിഞ്ചാണ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഗൈസ്. ഇപ്പോൾ അടുപ്പത്ത് മൺപാത്രം വെച്ച് കൊടുത്തായിരുന്നു. അത് ചൂടായത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതും കടുകിട്ട് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വന്നതും ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് ഒരു 4 ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ചതച്ചതും ചെറിയുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം വറുത്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് ഒരു ഗോൾഡൻ പർവ്വത്തിൽ വരും. അതുവരേക്കും നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഞ്ചിപ്പുളി ഓരോ രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ആയ ശേഷം നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ വറുത്തെടുക്കാം കേട്ടോ. എന്നാലേ അത് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഇന്ന് തിരുവോണമാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഉള്ളതുപോലെ നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഏതായാലും ഇഞ്ചിപ്പുളിയുടെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചു ഗൈസ്, പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇഞ്ചിപ്പുളിയും കൂടെ ഉണ്ടാക്കുന്നത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ആക്കിയതാണ് ഗൈസ്. എല്ലാവരും വീഡിയോ കണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5